നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാനി ഓൾമോ ടു ബാർസലോണ 62 മില്യൺ ടോട്ടൽ പാക്കേജ്, 55 മില്യൺ യൂറോസ് ഫിക്സഡ്, 7 മില്യൺ ആഡ് ഓൺസ്, 2030 വരെ ആയിരിക്കും ആൾ കോൺട്രാക്ട് സൈൻ ചെയ്യുക. മറ്റ് ഡീറ്റെയിൽസുകൾ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. സാലറി പാക്കേജും ആഡ് ഓൺസും ബോണസസും ഒക്കെ പ്ലെയറിന് എന്താ മാത്രമാണെന്നൊക്കെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 26 വയസ്സുകാരനായ സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരു ഫോൾസ് നയൻ എന്ത് വേണേലും പറയാം, അങ്ങനത്തെ ഒരു പ്ലെയറിനെ ബാർസലോണ വാങ്ങിച്ചിരിക്കുകയാണ്. ഡെക്കോ എന്ന് പറയുന്ന നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ നിരന്തരമായ പരിശ്രമം ഇതിന് പിന്നിലുണ്ടെന്നാണ് ഈ വീഡിയോസിനും മറ്റുമൊക്കെ വരുന്നത്. ഡെക്കോയുടെ ടോപ്പ് ടാർഗറ്റ് ആയിരുന്നു ഡാനി ഓൾമോ എന്നുള്ള രീതിയിലാണ് മുണ്ടോട്ടപ്പെട്ട് പല ജേർണലിസ്റ്റുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം നിക്കോ വില്യംസ് ആയിരുന്നു നമ്മുടെ പ്രയോറിറ്റി. നിക്കോ വില്യംസ് ഡീൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു 60 മില്യൺ അടുത്തൊരു ലോണും പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിക്കോ വില്യംസ് ബിൽബാവിൽ സ്റ്റേ ചെയ്യുവാണ് ഒരു ഡിസിഷൻ എടുത്തായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നു. സ്റ്റിൽ ബാർസലോണ ഒരു ഹോപ്പ് വെക്കുന്നുണ്ട്, ഓഗസ്റ്റ് 12 വരെ ഒരു ഡെഡ് ലൈൻ ഉണ്ടെന്ന് കേൾക്കുന്നു. 90% പുള്ളി ബിൽബാവ് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമുക്കറിയാം യൂറോയിന് ഒരു 2 ആഴ്ചയിലേക്ക് കൂടെ ഡാനി ഓൾമോയുടെ ആ ഒരു റിലീസ് ക്ലോസ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഒരു 60 മില്യൺ റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു. നമ്മൾ അത് പേ ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ടെക്നിക്കലി പറയാനാണ് 55 മില്യൺ ഫിക്സർ, ഒരു 5 മില്യൺ വാല്യുവേഷൻ വ്യത്യാസമേ ഉള്ളൂ അതിൽ നിന്ന്. രണ്ടാം തന്നെ പ്ലെയറിന് മൂവ് വേണം. പ്ലെയറിന് ബാർസ വേണമെന്നുള്ളൊരു ആഗ്രഹമുള്ള പ്ലെയർ ആയിരുന്നു. ആൾക്ക് ലൈപ്സിക്ക് വിടണമെന്നായിരുന്നു. ലൈപ്സിക്ക് വിൽക്കാനും റെഡിയായിരുന്നു. ഈ 60 മില്യൺ പുൾ ഓഫ് ചെയ്യുക എന്നുള്ളത് വലിയ സംഭവമായിട്ടാരും കാണേണ്ട കാര്യമില്ല. അത് സത്യമാണ്. പല ഫാൻസുകളും പറയാറുണ്ട് അത് വലിയ സംഭവമൊന്നും അല്ലല്ലോ. സത്യമാണ്, വലിയ സംഭവമല്ല. ഒരു ബാർസ ഫാൻ എന്ന നിലയിൽ എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഡാനി ഓൾമോ വരുന്നതിന് ഹാപ്പിയാണ്. പക്ഷേ അത് എക്സൈറ്റ്മെന്റ് ഇല്ല, ഉള്ള പറയാമല്ലോ. നമുക്കറിയാം ഫെർമിൻ ലോപ്പസ് ബാങ്ങേഴ്സ് ആഫ്റ്റർ ബാങ്ങേഴ്സ് ഈ ഒളിമ്പിക്സിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ പെഡ്രി ക്യാൻ പ്ലേ ദാറ്റ് റോൾ. പെഡ്രി നമ്മൾ കണ്ടാണ് സ്പാനിഷ് നാഷണൽ ടീമിൽ ഡാനി ഓൾമോ പെഡ്രിയുടെ റീപ്ലേസ്മെന്റ് ആയിരുന്നു. ഡാനി ഓൾമോ വാസ് നെവർ എ സ്റ്റാർട്ടർ ഫോർ സ്പെയിൻ. പെഡ്രിക്ക് ഇഞ്ചുറി പറ്റിയതിനു ശേഷമാണ് ടീമിൽ സ്റ്റാർട്ടർ ആയത്. അല്ലാതെ പെഡ്രിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കുമ്പോൾ ലാസ്റ്റ് 25-30 മിനിറ്റ്സ് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഓൾമോ. ലോ ഫോണ്ടൽസ് എന്തുകൊണ്ടാണ് പെഡ്രിനെ സ്റ്റാർട്ട് ചെയ്തത് ഓവർ ഡാനി ഓൾമോ എന്നുള്ളത് റീസൺ എക്സ്പെക്റ്റഡ് ആണല്ലോ. ബാർസയിൽ കളിക്കുന്ന പ്ലെയറാണ് പെഡ്രി. ഫെർമിൻ ലോപ്പസ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ നമ്മൾ നോക്കാനായിട്ട് അൻസു ഫാറ്റി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ എന്ത് അൻസു ഫാറ്റി ഈ സീസൺ ഇവിടെ നിൽക്കുക, അൻസു ഫാറ്റി മറിക്കും എന്നൊക്കെ പറയുന്നത്. അൻസു ഫാറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനാണ് അത്. ഡാനി ഓൾമോ വിൽ സ്റ്റാർട്ട് ഓൺ ദ ലെഫ്റ്റ്. ഓൺ പേപ്പർ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും, ഇൻവേർട്ട് ചെയ്ത് സെൻട്രൽ ഏരിയാസ് മിഡ്ഫീൽഡ് ഒരു അറ്റാക്ക് മിഡ്ഫീൽഡ് റോളായിരിക്കും ആൾ കളിക്കാൻ പോവുക. ആൻഡ് ഗുണ്ടകന്റെ ഒരു ഫേവറേറ്റ് പൊസിഷനാണത്. ആൾക്ക് കളിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനാണത്. പിന്നെ നമ്മൾ ഈ വർഷം ഫെർണാണ്ടസ് ബ്രദേഴ്സിനെ മേ ബി മിനിച്ച് കൊടുക്കും എന്ന് പറയുന്നത് അവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനാണത്. നോ ഡാർവിച്ചർ എന്ന് പറഞ്ഞാൽ അനദർ പ്രൊഫൈലുണ്ട്. ഇവരിലോട്ട് പോകണമെന്നല്ല, ഇവരെക്കാളൊക്കെ സുപ്പീരിയർ പ്ലെയർ ആണ്. ബട്ട് നമുക്ക് ഓൾമോ പെഡ്രി ഇങ്ങനത്തെ 2, പിന്നെ ഗുണ്ടകൻ ഹു ഓൾസോ ലൈക്സ് ദാറ്റ് പൊസിഷൻ, ഇങ്ങനത്തെ 3 പ്രൊളിഫിക് പ്രൊഫൈലുണ്ട്. പിന്നെ അൻസു ഫാറ്റി എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് ആയിട്ടോ അല്ലെ വലിയൊരു ഹോപ്പുള്ള ഒരു പ്ലെയർ. 4 പ്ലേയേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഒരു സെൻട്രൽ ഏരിയാസിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ, അഥവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഹാഫ് സ്പേസ് റോൾ, അതിലൊക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സ് നമുക്ക് ധാരാളം ഉള്ളപ്പോൾ നമ്മൾ ഒന്നാമത് ഫൈനാൻഷ്യലി ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഈ സൈനിങ് എന്തിനു നടത്തി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യന് പലരും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ലക്ഷറി സൈനിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് അവിടെ ലെഫ്റ്റ് വിങ്ങിൽ ഒരു പ്ലെയർ വേണം, പ്രോപ്പർ വിങ്ങർ വേണം, ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം. ബാർസലോണയുടെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്താണ് നിങ്ങൾ പറയാൻ മനസ്സിലായി. അതിന് മുമ്പ് ആ ഒരു കാര്യം പറയാം. ഈ ഓൾമോയുടെ ഒരു ഇഞ്ചറി റെക്കോർഡ് നിങ്ങൾ നോക്കുക. ഓൾമോ ലാസ്റ്റ് 3 ഇയറിലെ നോക്കുന്നതാണ്. അതിന് മുമ്പ് കണ്ടിന്യൂസ് ഇഞ്ചറി ഉള്ള ഒരു പ്ലെയറാണ്. ആളുടെ ഒരു ഇഞ്ചറി റെക്കോർഡ് നിങ്ങൾ നോക്കുക. 2021-22 സീസണിൽ ആൾക്ക് 2 ഇഞ്ചറി വരുന്നു, 78 ദിവസത്തോളം പുറത്തിരിക്കുന്നു. 2022-23 സീസണിലും 2 ഇഞ്ചറി വരുന്നു, 89 ദിവസത്തോളം പുറത്തിരിക്കുന്നു. ലാസ്റ്റ് ഇയർ 23-24 3 ഡിഫറെൻറ്റ് ഇഞ്ചറീസ് വരുന്നു, 111 ദിവസം പുറത്തിരിക്കുന്നു. 111. 78, 89, 111. ഇഞ്ചറിയുടെ ട്രാക്ക് കൂടി വരികയാണ്. നമ്മൾ പറയുമ്പോൾ അത് അൺലക്കി ആവാം. ബാർസലോട്ട് വരുമ്പോൾ മേ ബി ഇഞ്ചറി ഇല്ലാത്തൊരു സീസണായി മാറാം. ബട്ട് ഇഞ്ചറി റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്, ഓർക്കുക. ലാസ്റ്റ് 3 സീസണിലായിട്ട് ആൾ നേടിയത് 9 ഗോളും 13 അസിസ്റ്റുമാണ്. ലാസ്റ്റ് 3 സീസണുകളിലായിട്ട് 25 മുകളിൽ ഗെയിം. അതേ ലാസ്റ്റ് 3 സീസൺ, അതിന് മുമ്പത്തെ സീസണിൽ ഒന്നും കളിച്ചിട്ടില്ല. ലാസ്റ്റ് 3 സീസണിൽ നിങ്ങൾ നോക്കുക, 9 ഗോള് 13 അസിസ്റ്റ്, പിന്നെ ഇഞ്ചറി റെക്കോർഡ്. ഒബ്വിയസ്ലി അധികം പ്രൊളിഫിക് ആയ ഒരു 60 മില്യൺ റേറ്റഡ് പ്ലെയർ ആണ് ഓൾമോ എന്ന് ചോദിച്ചാൽ അല്ല. അടുത്തൊരു കാര്യം, PSG ഇപ്പൊ യൂലിയൻ അൽവാരസിനെ ബാർസ നോക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടില്ല. PSG യൂലിയൻ അൽവാരസിനെ ഇൻട്രസ്റ്റഡ് ആണ്. നമുക്കറിയാം ഡാനി ഓൾമോ ലൂയിസ് എൻട്രിക്കയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആയിരുന്നു. ആ ഒരു സ്പാനിഷ് നാഷണലിൽ ഉണ്ടായിരുന്നപ്പോൾ റെഗുലർ മിനിറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ്. ബട്ട് ലൂയിസ് എൻട്രിക്കെ പോലും ഈവൻ എന്തോ PSG അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ലൂയിസ് എൻട്രിക്കെ പോലും ഡാനി ഓൾമോയ്ക്ക് വേണ്ടി ഒരു നീക്കം PSG നടത്തിയിട്ടില്ല. ബാർസലോണ അല്ലാതെ ഒരു ക്ലബും, പലരും സെക്കൻഡ് തേർഡ് ചോയ്സ് ആയിട്ട് നോക്കിയിരുന്നു എന്ന് കേട്ടു, ഒരു ഓഫറോ ഒരു ഇൻട്രസ്റ്റോ താരത്തിന് കാണിച്ചിട്ടില്ല സീരിയസ് ആയിട്ട്. ഒരു കോമ്പറ്റീഷനും ഇല്ലാത്ത ഒരു പ്ലെയറിനെയാണ്
നമ്മൾ ഈ ഒരു 62 മില്യൺ പാക്കേജിന് വാങ്ങിച്ചിരിക്കുന്നത്. ആൻഡ് ആൾ നല്ല പ്ലെയറാണ്, പിച്ചിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ സൂപ്പറാണ്. പക്ഷെ നമ്മൾ ടോട്ടൽ ഇത് നോക്കണം. ലാസ്റ്റ് 3 സീസണിൽ ഇഞ്ചറി റെക്കോർഡ് 3 അല്ല, അതിന് മുമ്പ് സീസൺ ഞാൻ 3 സീസൺ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്, പ്രൊളിഫിക്കും അല്ല. 9 ഗോള് 13 അസിസ്റ്റ് ലാസ്റ്റ് 3 സീസൺ ഈസ് നോട്ട് പ്രൊളിഫിക്. ഒട്ടും പ്രൊളിഫിക് അല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ആളുടെ ഓവറോൾ അബിലിറ്റി ഒന്നും മോശമല്ല, ബട്ട് ബ്രോ കമോൺ. പിന്നെ ബാർസയുടെ ഈ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. സോ നമുക്കറിയാം ഡെക്കോ ഒരു കേപ്പബിൾ ആയ സ്പോർട്ടിംഗ് ഡയറക്ടർ അല്ല എന്ന് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാൾ ടാർഗറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിന്റെ ഇഷ്യൂസ്, രണ്ട് ആള് നെഗോസിയേഷൻ സ്കിൽ. പല ഡീലുകളിൽ എൻ്റർ ആയിട്ട് ഈവൻ ദോ ഒരു പ്ലെയർ മേ ബി ഒരു 80% ബാർസ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലെയർ പുള്ളിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് പുള്ളി നെഗോഷിയേഷനിൽ ഏർപ്പെട്ട് ബാർസ വേണ്ടാന്നൊരു ഡിസിഷൻ എടുക്കുന്നതാണ് കൂടുതലും കാണുന്നത്. ഇപ്പോൾ പല ഡീലിലും പുള്ളി എൻ്റർ ആവുന്നു, പല പ്ലേയേഴ്സും പല ഡീലും പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓൾമോ ഡീൽ ഇപ്പം പുള്ളി ചെയ്യുന്നു. സോ മെറീനോ ഡീലിൽ ബാർസ ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേൾക്കുന്നു. മെറീനോയിൽ അത്ലറ്റിക്കോയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അർട്ടേറ്റയുടെ ആർസണലിന് സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ മെറീനോനെ നമ്മൾ പുള്ളി ചെയ്യുവാണ്, ഇറ്റ്സ് ഗ്രേറ്റ്. ഓൾമോനെ പുള്ളി ചെയ്യുന്നതിന് വലിയ സംഭവമാണ്. കാരണം എന്താണ്, മറ്റ് ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്ലെയറാണ്. അതേസമയത്ത് ഇപ്പോൾ ജൂലിയൻ അൽവാറസിൽ നമ്മൾ എൻ്റർ ആയാലും ജൂലിയൻ അൽവാറസിലൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് ഡെക്കോ നെഗോസിയേഷൻ പോകാനും. പിന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ സ്ട്രോങ് അല്ല. നമ്മുടെ ആ ഒരു 40 മില്യൻ്റെ ഒരു പേയ്മെന്റ്, ആ 100 മില്യൺ സ്റ്റുഡിയോസിന്റെ ഇത് കിട്ടാനുള്ള ഇതിന്റെ 40 വന്നു, ഇനി ഒരു 60 ഉടനെ വരുമെന്നൊക്കെ കേൾക്കുന്നു. സോ അത് നമുക്ക് റിലീഫാണ്, 1:1 എത്താൻ സഹായിക്കും. ബട്ട് അത് വരാതെ നമ്മൾ വിശ്വസിക്കരുത്, വരാതെ നമ്മൾ ഒന്നും മുഖവരയ്ക്ക് എടുക്കരുത്. കാരണം ഇത് ഒത്തിരി ന്യൂസുകൾ ഇങ്ങനെ വരാറുണ്ട്. 40 വന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ഇറ്റ്സ് ഗ്രേറ്റ്. അടുത്ത 60 കൂടെ എത്രയും പെട്ടെന്ന് വന്ന് 1:1 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ബാർസയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയണം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാർസലോണ ഈസ് ദ ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കാറ്റലോണിയ. നമുക്കറിയാം സ്പെയിൻ്റെ ഭാഗമാണ്, ബട്ട് ഒരു സ്വതന്ത്ര രാജ്യമാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളമൊക്കെ വെക്കുന്ന കാര്യം നമുക്കറിയാം. സോ ഒബ്വിയസ്ലി ആ കാറ്റലോണിയ എന്ന് പറയുന്ന സ്ഥലത്തെ ദ മോസ്റ്റ് പവർഫുൾ മാൻ എന്ന് പറഞ്ഞാൽ ബാർസ പ്രസിഡന്റ് അഥവാ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മാൻസിൽ ഒരാളാണ് ബാർസ പ്രസിഡന്റ് ആവുക എന്നുള്ളത്. ഇഷ്ടംപോലെ പാർട്ടീസ് ഉണ്ട്, ഇഷ്ടംപോലെ പൊളിറ്റിക്കൽ അജൻഡാസ് ഉണ്ട്, ന്യൂസ് പേപ്പറുകളും മറ്റും എല്ലാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഏതൊരു പാർട്ടീനെയും ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഓരോ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് പേപ്പറുകളും ജേർണലിസ്റ്റുകളൊക്കെ കാണും, അവർക്ക് അനുകൂലമായിട്ട് എഴുതും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലെപ്പോർട്ട് എന്തെങ്കിലും മോശം കാണിച്ചാൽ ലെപ്പോർട്ടിനെ അടിച്ച് കീറുന്ന രീതിയിൽ എഴുതും. ആ ഓരോരോ അജൻഡാസ് അവിടെയുണ്ട്. സോ ഒബ്വിയസ്ലി അപ്പുറത്ത് എംബാപ്പേനെ കൊണ്ടുവരുമ്പോൾ അൾവാർസിനെ ഒരു പുള്ളി ചെയ്യുമ്പോൾ ബാർസലോണയ്ക്ക് ഒരു സൈനിങ് നടത്തണം. നിക്കോ ബാർസനെ റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ലെപ്പോർട്ടയ്ക്ക് അഗേൻസ്റ്റ് ക്യാമ്പയിൻ തുടങ്ങി, വിക്ടർ ഫോണ്ടും മറ്റ് കാൻഡിഡേറ്റ്സിന്റെ ആളുകൾ. സോ പുള്ളിക്ക് ഒരു പവറുണ്ട്. ഇപ്പോൾ ഡാനി ഓൾമോനെ സൈൻ ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഒരു സൈനിങ്. ഡാനി ഓൾമോനെ കൊണ്ടിരുന്നു, അത്യാവശ്യം സപ്പോർട്ടുള്ള ഒരു പ്ലെയർ സ്പെയിനിൽ മീഡിയാസിൽ എഴുതാൻ പറയും, ഇതേ ഞങ്ങൾ ഡാനി ഓൾമോനെ സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ അത് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ പറയുന്ന പോലെയല്ല ബാർസലോണ, നമുക്കറിയാം ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ്. അതാണ് ബാർസയുടെ വൺ ഓഫ് ദ ശാപം എന്ന് വേണേൽ പറയാം. കാരണം പല സൈനിങ്ങുകളും സത്യം പറഞ്ഞാൽ നമ്മൾ ആ 60 മില്യൺ മേ ബി അത് ഹോൾഡ് ചെയ്തിട്ട് അടുത്ത ജാനുവരിയിൽ ആരെങ്കിലും അവൈലബിൾ ആവുമോ, അല്ലെങ്കിൽ നെക്സ്റ്റ് വിൻഡോയിൽ ആരെങ്കിലും സൈൻ ചെയ്യണോ, ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ ഫൈനാൻസ് സിറ്റുവേഷൻ വെച്ച് പാനിക്കായി ഇറക്കാതിരിക്കുക, അഥവാ റൈറ്റ് പ്രൊഫൈൽ വരുമ്പം സൈൻ ചെയ്യുക, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലപ്പോട്ടയ്ക്കാണെങ്കിലും ഇപ്പോൾ എലക്ഷൻസ് വരുവാണ് ഈ വർഷം അവസാനം, അതോ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് എലക്ഷൻസ് വരുവാണ്. ലപ്പോട്ടയ്ക്ക് ഒരു സൈനിങ് നടത്തണം, ആൾക്കാണെങ്കിൽ മുഖം രക്ഷിക്കണം, മീഡിയാസിൽ പത്രത്തിൽ അതിനെക്കുറിച്ച് എഴുതണം. സ്പോർട്ടിംഗ് ഡിസിഷൻ കൊണ്ട് ഇല്ല എന്നല്ല, ബട്ട് സൈനിങ്സുകൾ വരണം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എലക്ഷൻസ് വരുവാണ്. സോ ലോങ് ടൈം എന്നുള്ള ഒരു ഷോർട്ട് ടൈം ഗോളായി മാറുകയാണ്. സോ ഡാനി ഓൾമോ ഒരു ലോങ് ടൈം വിഷൻ വെച്ച് സൈൻ ചെയ്ത പ്ലെയർ അല്ല. കാരണം ഇഞ്ചറി റെക്കോർഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇഞ്ചറീസ് വരാൻ പോകുന്ന പ്ലെയറാണ്. ആൻഡ് ഔട്ട്പുട്ട് നോക്കാനായിട്ടാണെങ്കിൽ ആദ്യം പ്രൊളിഫിക് ഔട്ട്പുട്ട് ചെയ്ത പ്ലേയേഴ്സ്. യൂറോയിൽ ശരിയാണ് ടോപ്പായിട്ട് കളിച്ചു, ടോപ്പ് സ്കോർ ആയിരുന്നു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷെ അങ്ങനെ നോക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല ബാർസലോണ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്, അത് നമുക്കുള്ളൊരു വിഷയമാണ്. നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഈവൻ ഈ ഫൈനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിലും നമുക്കറിയാം പൊളിറ്റിക്കലി ആ ഒരു പവർ കാണിക്കാനായിട്ട് സൈനിങ്സുകൾ വരും. അത് നമ്മൾ ബാർട്ടോമിയോറയിൽ കണ്ടു. അല്ല ലപ്പോർട്ട വന്നതിന് ശേഷം നമ്മൾ കണ്ടു നമ്മുടെ പല സൈനിങ്ങളും ഒരു ലോങ് ടൈം വിഷൻ വെച്ച് സൈൻ ചെയ്തതല്ല, നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ്. ഞാൻ പ്ലേയേഴ്സിന്റെ പേരെടുത്ത് പറയുന്നത്. ആൻഡ് ഡാനി ഓൾമോ ഒരു ലോങ് ടൈം വിഷൻ സൈനിങ് അല്ല, ഒരിക്കലും അല്ല. ഐ കാനോട്ട് സി ഡാനി ഓൾമോ അടുത്ത 6 വർഷം ബാർസയിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു 30 ഗെയിം തരുന്ന പ്ലെയർ അല്ല ഡാനി ഓൾമോ. അതിനുള്ള കപ്പാസിറ്റി ഇഞ്ചറി റെക്കോർഡ് നോക്കുവാണേലും ഈവൻ ദോ ഔട്ട്പുട്ട് ഗോൾ ഔട്ട്പുട്ട് നോക്കുവാണേലും കാണാനില്ല. സോ ബാർസയിൽ വന്നിട്ട് പുള്ളി 20+ ഗോൾസ് 30ഓളം മാച്ചുകൾ ഫിറ്റായിട്ടിരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാം തെറ്റും, ശരിയാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു റെക്കോർഡ് നോക്കുമ്പോൾ മറ്റ് ക്ലബ്ബുകൾ സീരിയസ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു പ്ലെയർ. സോ ഇത് പുൾ ഓഫ് ചെയ്ത വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരു അഡീഷൻ ടീമിൽ എറ്റാൻ അതർ പ്ലെയർ ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവൻ ദോ ഹീസ് നോട്ട് എ ലെഫ്റ്റ് വിങ്ങർ ഇൻവേർട്ട് ചെയ്ത് സെൻട്രൽ ഏരിയാസിലോട്ട് വരുന്ന ഒരു പ്ലെയർ. നമുക്ക് ആ ഏരിയ കളിക്കാൻ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട്. മേ ബി നമുക്ക് ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങറിനെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ആയിരുന്നു വേണ്ടത്. ബട്ട് തീരുമാനം എടുത്തു. പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്, സ്പോർട്ടിംഗ് റീസൺ ഉണ്ട്, രണ്ടും ഉണ്ട്. ആൻഡ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഐ ഹാവ് ടു സേ ഡെക്കോ, ഐ എം നോട്ട് ഹാപ്പി വിത്ത് ഡെക്കോ.
ബാർസ മാഞ്ചീനിയുടെ മകൻ ഡെക്കോനെ അസിസ്റ്റ് ചെയ്യാൻ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഐ തിങ്ക് വെറുതെ തല പോയിക്കുന്നതിനും ഭേദം നമ്മൾ എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കുക. കാരണം ഡെക്കോ പോലത്തെ അൺപ്രൂവൺ ആയിട്ടുള്ള ഒരാൾ, വളരെ ഫസ്റ്റ് ജോബ്, ബാർസ ഫൈനാൻഷ്യലി ഏറ്റവും മോശം സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സത്യമായ ഒരു മണ്ടത്തരമാണെന്ന് കാണിച്ചത്. അതിപ്പം പേ ഓഫ് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിൻഡോ കഴിഞ്ഞിട്ട് ഡെക്കോയിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കുന്നതായിരിക്കും. ഡെക്കോനെ ലപ്പോട്ടയ്ക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ളതാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോബ് ഇവിടെ കൊടുത്തിരിക്കുക. സ്പോർട്ടിംഗ് ഡയറക്ടറൊക്കെ പോലത്തെ സീരിയസ് ജോബുകൾ പണി അറിയാവുന്നവരെ ഏൽപ്പിക്കുക എന്ന് മാത്രം പറയുന്നു. ആൻഡ് ഓൾമോ വരുന്നു, നമ്മൾ ഓൾമോനെ സപ്പോർട്ട് ചെയ്യും. ഹാപ്പിയാണ്. ഓൾമോ ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ ക്വാളിറ്റി ഉണ്ട്, ബാർസ കളിക്കാൻ ക്വാളിറ്റി ഉള്ള പ്ലെയർ. ബട്ട് നമ്മൾ ഫൈനാൻഷ്യലി ഇത്രയും ഇത് നിൽക്കുമ്പോൾ ഒരു ലക്ഷറി സൈനിങ് ആയിട്ട് ഓൾമോനെ കൊണ്ടിരുന്നു. സ്പോർട്ടിംഗ് ഡിസിഷൻ കൊണ്ട് ഇല്ലെന്നല്ല, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓഫ് എ പൊളിറ്റിക്കൽ സൈനിങ് ആയിട്ടാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. അൽവാരസ് ഡീല് അവന്മാർ അത്ലറ്റിക്കോ പുൾ ഓഫ് ചെയ്തുകൊണ്ട് നമ്മളതിൽ എൻ്റർ ചെയ്തത് പോലും ഇല്ല. ഐ ഡോണ്ട് നോ നമ്മൾ എന്തുകൊണ്ട് നോക്കി. നമുക്ക് ഫൈനാൻഷ്യലി 95 മില്യൺ ഇപ്പോൾ ഇറക്കാനില്ലായിരിക്കാം. സാലറി ഡിമാൻഡ്സ് ഹ്യൂജ് ആണെന്ന് കേൾക്കുന്നു. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ബൈ.